ഒരു സാധനമുണ്ട് മോനെ നാലാമത്തെ എപ്പിസോഡിൽ. ഹോ, ഗൂസ് ബംസ് ആണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ. ഏതാ സീൻ? പീക്ക് എന്ന് പറഞ്ഞാൽ പീക്ക്. ഇതിൻ്റെ അപ്പുറം ഇനിയൊരു പീക്കില്ല. സിഡ്നി സ്വീനിക്ക് എന്താണ് റോള് എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരാൾ ഡൈവേഴ്സായി, ഒരു ഫേമസ് ആയിട്ടുള്ള ആൾ ഡൈവേഴ്സായി, അല്ലെങ്കിൽ കല്യാണമായി, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഇറങ്ങി ഓരോ റൂമേഴ്സ് ഉണ്ടാക്കാനും അതുണ്ടാക്കാനും ഇതുണ്ടാക്കാനൊക്കെ തുടങ്ങും. നീലക്കുയിലിൻ്റെ ഒരു അപ്പന്മാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഹെലികോപ്റ്റർ കൊണ്ട് ശബ്ദം കേട്ടിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നാൽ മറ്റേ തമിഴ്നാട്ടിലെ ഒരു ചങ്ങയില്ല മറ്റേ അതുപോലെ കാണിക്കും. ഈ എല്ലാ സിനിമയും കൊണ്ട് 5-ാം തീയതി അപ്പം തിയേറ്ററും ഉണ്ടാവില്ല. ഓരോന്നാ കാണണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോകേണ്ടി വരും. ഇവർ മനഃപൂർവ്വം ചെയ്യുന്ന പോലെയുണ്ട്. ഈ ആഴ്ച ഒരു സിനിമയില്ലല്ലോ, ചെയ്തുകൂടെ? 2 ബില്യൺ ഇവർ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി സിനിമ കാണാണ്ടിരുന്നാലോ എന്ന് വരെ ആലോചിച്ച്. ഈ ആഴ്ച അധികം സിനിമയൊന്നും ഇറങ്ങിയിട്ടില്ല. എന്തിനാ സിനിമ ഇറങ്ങിയത്? ഒരു മുതൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതും മതിയല്ലോ. സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 വോള്യൂം 1 ആദ്യത്തെ 4 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് മന്തി ആകുമ്പോഴത്തേക്ക് ഓവറാവും, ഒരു ഉറക്കത്തിൻ്റെ വൈബിലേക്ക് പോകും. ഇത് അങ്ങനെയല്ല, ഒരു പ്രോപ്പർ ക്വാണ്ടിറ്റി ഉള്ളൊരു ബിരിയാണി കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു ലെമൺ ടീയും കൂടെ കുടിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ, ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് കിട്ടിയത്. ഇതിൽ കൂടുതൽ പറയാൻ എനിക്കറിയില്ല. സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഹൈപ്പാണല്ലോ എപ്പോഴും ഹൈപ്പ് ഉള്ള സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്താ നന്നാക്കിയാലും ഒരു നന്നാവാത്തൊരു ഫാൻസുകാർക്ക് എന്ത് കൊടുത്താലും പറ്റില്ല. ഇതെന്തോ അന്നത്തെ പോലെ വന്നില്ലല്ലോ, കഴിഞ്ഞ സീസൺ പോലെ വന്നില്ലല്ലോ, അവൻ ഇവനെ കൊന്നില്ലല്ലോ, ഇവൻ അവനെ കൊന്നില്ല, ഇവൻ അവൻ്റെ അച്ഛൻ അവൻ്റെ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പരാതിയും പരിഭവമായിരിക്കും എപ്പോഴും. പക്ഷേ ഒന്നും പറയാനില്ല. എൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാം ഫീഡൊക്കെ ഫുള്ളിതാണ് ഈ ഓരോ ഫാൻ തിയറിയും അതും ഇതും പൊക്കി അടിച്ചിട്ടുള്ളത്, മീംസും ഫുള്ള് ജഗ പുകയാണ് എൻ്റെ ഫീഡ്. നിങ്ങളുടെയൊക്കെ ഫീഡ് എങ്ങനെയാണെന്ന് അറിയില്ല. എവരിബഡി വാസ് ഹാപ്പി. അതായത് അതല്ലാതെ ഒരു പ്രോപ്പർ ഒരു സാധനം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്തിനാ അവർ ഇങ്ങനെ ഇറക്കണത്. മൊത്തം 8 എപ്പിസോഡുണ്ട്. ഒരാഴ്ച ഓരോന്ന് ഇറക്കിയാൽ പോരെ, അല്ലെങ്കിൽ ഒരു ആൻഡോറൊക്കെ ചെയ്ത പോലെ 3 എപ്പിസോഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ. ഇതെന്തിനാണ് ഇപ്പോൾ ഒരു 4 എപ്പിസോഡ്, ഇനി ക്രിസ്മസിനൊരു 3 എപ്പിസോഡ്, ന്യൂ ഇയറിനൊരു എപ്പിസോഡ്? എന്താണ് പരിപാടി? ഇനിയിപ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില ഈ ഇതിലൊക്കെ ഉണ്ടാവില്ലേ, ഈ ന്യൂ ഇയർ ദിവസം ആയിരിക്കും അവിടെയും. അപ്പോൾ അവിടെ ന്യൂ ഇയർ, ഇവിടെ ന്യൂ ഇയർ, പാലിയാച്ചൽ കല്യാണം എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. എന്താണെന്ന് അറിയില്ല. ഈ ഫസ്റ്റ് വോള്യം പൊളി എന്ന് പറഞ്ഞാൽ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സംഭവമില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോ ലെറ്റ്സ് ഗോ ഫോർ ദ റിവ്യൂ. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. 2 സെക്ഷൻ ഉണ്ടാവും. ഞാൻ ഇപ്രാവശ്യം എന്തായാലും ടൈം സ്റ്റാമ്പ് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് റിവ്യൂ നോക്കാം, സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാത്ത റിവ്യൂ നോക്കാം. അത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അതിന് ശേഷം നമുക്ക് ഫാൻ തിയറീസും ഒരു ലോഡ് തിയറീസ് ഉണ്ട്. അവൻ്റെ അച്ഛൻ, ഇവൻ്റെ അമ്മ, അവൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു ലോജിക്കലുള്ള സംഭവങ്ങളും പ്രഡിക്ഷൻസും ബാക്കിയുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അത് സ്പോയിലേഴ്സ് ഉണ്ടാവും. എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ സമയമാകുമ്പോഴേക്കും. എന്നാലും റിവ്യൂ വേറെ, സ്പോയിലറുള്ള ഫാൻ തിയറീസ് വേറെ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഡഫർ ബ്രദേഴ്സിനാണ് തൊഴുതേണ്ടത്. അതായത് ഒരു സീനുണ്ട് മോനെ, ഈ എൻ ഗെയിമിൽ നമ്മൾ ആ ഒരു തോറിൻ്റെ ഹാമർ ക്യാപ്റ്റൻ വേടിക്കുമ്പോഴുള്ളൊരു സീനില്ലേ, അതായത് നമ്മളങ്ങനെ വിചാരിക്കുന്നേ ഇല്ല. നമ്മൾ വിചാരിക്കുന്നോ ഇപ്പം എന്തെങ്കിലും വന്ന്, ഇപ്പം ആരെങ്കിലും വന്ന്, ഇപ്പോൾ എല്ലാവരും വരും, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും വരും, സ്റ്റീവ് വരും, അവർ വരും, ഇവർ വരും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. നമ്മൾ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്റ്റീവ് വന്ന് രക്ഷിക്കും, അപ്പോൾ എല്ലാവരും സ്റ്റീവിനെ പൊക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. ഇതല്ലേ എപ്പോഴും ഉള്ളത്. ഒരു സാധനമുണ്ട് മോനെ നാലാമത്തെ എപ്പിസോഡിൽ. ഗൂസ് ബംസ് ആണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ. ഏതാ സീന്? പീക്ക് എന്ന് പറഞ്ഞാൽ പീക്ക്. ഇതിൻ്റെ അപ്പുറം ഇനിയൊരു പീക്കില്ല. ഇതിപ്പോൾ പണി കിട്ടാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വരാനുള്ള എപ്പിസോഡുകളാണ്. ഇനിയിപ്പോൾ അത് ഭയങ്കര ഹൈപ്പായ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ.
ഇനിയിപ്പോൾ അതിന് എന്താവും അറിയില്ല. പക്ഷേ ദേ ആർ പ്ലാനിങ് സംതിങ്. ദേ ആർ നോട്ട് ലൈക്ക് അങ്ങനെ ഇങ്ങനെ വന്നിട്ട് വലിയ പൊക്കി അടിയൊന്നുമില്ല. ഒരു സമാധാനത്തിൽ വന്നു അങ്ങോട്ട് തൂക്കി വിട്ടിട്ടുണ്ട്. എല്ലാവരും ഞെട്ടിപ്പോയി. ഇതെന്തത്, ഇതിനാണോ നമ്മൾ ഇത്ര കാലം കാത്തിരുന്നതിനൊരു കാര്യം, കാത്തിരുന്നതിന് എന്തെങ്കിലും ഒരു ശരിക്കുള്ളൊരു സംഭവം കിട്ടി. പെർഫെക്ഷൻ. അത് ആ 4 എപ്പിസോഡ് അവർ കട്ട് ചെയ്തത് പക്കായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു വിശ്വാസം വരുമോ. അല്ലാണ്ട് ചുമ്മാ ഈ മാർക്കറ്റിങ്ങിനും കുറേ ആൾക്കാർ സംസാരിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചില പ്രൈമിലും ചില ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ കുറച്ച് സീരീസുകൾ ഇറങ്ങുന്നുണ്ട്. അവരിങ്ങനെ ചെയ്യണതുകൊണ്ട് ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അതായത് ഒരാഴ്ച ഓരോ എപ്പിസോഡാണ് ചെയ്യുന്നത്. അതങ്ങനെ കാണേണ്ട സീരീസ് അല്ല. അതിങ്ങനെ നമുക്ക് ഒരാഴ്ച ഇത് കണ്ടു, അതിൻ്റെ ഇടയിൽ നമ്മളൊരു 100 സാധനം കാണും. റീൽസ് ഇപ്പോൾ 10-80 മണിക്കൂറിൻ്റെ റീൽസ് കാണും. പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇവൻ അങ്ങനെ ആയി പോവും. അതായത് നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് പോയി. പണ്ടത്തെ കാലമാണെങ്കിൽ അധികം കാണാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ പണ്ടത്തെ HBO-യും പണ്ടത്തെ ഇവരൊക്കെ ഓരോ ആഴ്ച ഓരോ എപ്പിസോഡ് വെച്ച് ഇറക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളില്ലേ. ആ 4-ാമത്തെ എപ്പിസോഡ് കട്ട് ചെയ്തു. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇനി വരുന്നത് അടുത്തത്, ഇതിൻ്റെ ബാക്കി. പീക്ക് ഒന്നും പറയാനില്ല. കാണുക. ഇതിപ്പോൾ എനിക്ക് എന്താ റിവ്യൂ പറയാം, അങ്ങോട്ട് കാണുക. ഗോ വാച്ച് ഇറ്റ് മാൻ. ഈ സൺഡേ ആയിട്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ കാണുന്നത്? പോയി കാണണേ. വേറെ പറയാനില്ല. ഇതിനേക്കാളും ഇനിയൊരു തുടക്കം കിട്ടാനില്ല. പേസ് പറഞ്ഞാൽ ഏതാ പേസ്? അതായത് ആരൊക്കെയൊന്നല്ല, എല്ലാവരും പറഞ്ഞിട്ട് 1 മണിക്കൂർ എപ്പിസോഡ് പോകും. എങ്ങനെയാണത് 1 മണിക്കൂർ എപ്പിസോഡൊക്കെ 1.5 മണിക്കൂർ എപ്പിസോഡ് കാണാൻ പറ്റുകയെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്നായിപ്പോയി. അത് 4-ാമത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ഇനി ഇതും കൂടി ഉള്ളോ എന്ന് തോന്നിപ്പോയി. പട്ടേന്ന് പോവാം. പിന്നെ എനിക്ക് ഡഫർ ബ്രദേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതങ്ങനെ എല്ലാവർക്കും കിട്ടില്ല. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പല സ്ഥലത്ത് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതായത് ഒരാൾ അപ്സൈഡ് ഡൗണിലായിരിക്കും, ഒരാൾ മുകളിലായിരിക്കും, ഒരാൾ വേറെ അപ്പുറത്തായിരിക്കും, ഒരാൾ മിലിറ്ററിൻ്റെ ഉള്ളിലായിരിക്കും. അങ്ങനെ കുറേ ആൾക്കാർ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷേ അവരെല്ലാവരും കൂടെ അവസാനം വന്ന ഒരു ജോയിൻ ചെയ്ത് ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് നമുക്കിത് ഇവരെവിടെയാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു എഡിറ്റിങ്ങിൻ്റെ ആ ഒരു സംഭവം, ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു സംഭവമാണ്. എല്ലാം അങ്ങനെ ലീനിയറായിട്ട് ഇങ്ങനെ പോകണ ഒരു സംഭവം. പക്ഷെ അതിനെ അവർ എഡിറ്റ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് നമുക്ക് അധികം ബോറടിക്കാത്തത്. കുറേ ആൾക്കാർ ഗ്യാങ് ആയിട്ട് കുറേ ആൾക്കാർ അവിടെയും ഇവിടെ കൈകരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇവനിവിടെ, അവനവിടെ, ഇവനിവിടെ, ഇപ്പോൾ ഇവനെ രക്ഷിക്കാൻ ആര് വരും, അവൻ വരുമോ. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അതാണ് അതിൻ്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ അതാണ് അതിനൊരു എൻഗേജിങ് ആക്കുന്നത്. എല്ലാവരും ഒരേ സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരാൾ പോയി പിന്നെ അയാളൊരു 2 എപ്പിസോഡ് കാണിക്കില്ല, പിന്നെ കാണിക്കുമ്പോൾ ഇവനപ്പോൾ അവിടെ നിന്ന് വന്നടേ എന്ന് ചോദിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, എല്ലാവരുടെയും കാണിക്കും. അവിടെ കാണിക്കും, ഇവിടെ ഒരു കഥ, അവിടെ ഒരു കഥ, അതിനപ്പുറത്തൊരു കഥ, എല്ലാവരെയും കാണിച്ച് അവസാനമൊക്കെ കൂടി ഒരു വരവാണ്. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതുതന്നെയാണ് ഇവർ ആദ്യം മുതലേ ചെയ്യുന്നത്. അതാണ് ഈ ഡഫർ ബ്രദേഴ്സിൻ്റെ ഒരു കഴിവോ അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ ഒരു ഫോർമുല അതാണ്. ഇത് പല സ്ഥലത്തും ക്യാരക്ടേഴ്സിന് ഇട്ടിട്ട് അവസാനം അതിനെയൊക്കെ കൂടി ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു സാറ്റിസ്ഫാക്ഷനുള്ളൊരു അവസാനം കിട്ടുക. ഇതിപ്പോൾ തന്നെ ഒരു അവസാനം ഒരു സീസൺ ഫിനാലെയൊക്കെ കണ്ട പോലെ ഉണ്ട്. ആക്ച്വലി 4-ാമത്തെ എപ്പിസോഡ് കൈൻഡ് ഓഫ് എ സീസൺ ഫിനാലെ. പീക്ക് സാധനം. ഓക്കെ, റിവ്യൂ അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ടു ദ ഫാൻ തിയറീസ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ലോഡ് ഫാൻ തിയറീസ് ഇറങ്ങിയിട്ടുണ്ട്. റെഡിറ്റിൽ എന്തൊക്കെയോ ഇറങ്ങിയിട്ടുണ്ട്, റീൽസിൽ എന്തൊക്കെയോ വരുന്നുണ്ട്, യൂട്യൂബിൽ ഓരോ 1 മണിക്കൂറും 5 മിനിറ്റും 20 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഞാൻ കണ്ടു. ഇതൊന്നും എനിക്ക് തോന്നിയ കുറച്ച് ലോജിക്കലായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കുറച്ച് ഫാൻ തിയറീസുമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആക്ച്വലി ദർ വാസ് എ പ്ലേ, സ്ട്രേഞ്ചർ തിങ്സ് ഫസ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞിട്ട് ബ്രോഡ്വേയിൽ ഒരു നാടകം, ആക്ച്വലി ഒരു വലിയ ഒരു ഫുൾ സംഭവം, ഒരു ഭയങ്കര നാടകം പോലെ അല്ല, ഒരു ഭയങ്കര സംഭവമായിട്ടുള്ളൊരു നാടകമുണ്ട്. ഓക്കെ, യൂട്യൂബിൽ അതുണ്ട്. സ്ലൈം
ട്യൂട്ടോറിയലിനോ അങ്ങനെ എന്തോ സെർച്ച് ചെയ്താൽ അത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ നോക്കിയില്ല. അത് നിങ്ങൾ നോക്കുക. ഈ നാടകം കാണാൻ ഇപ്പോൾ വലിയ പറ്റില്ല. ഇതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഈ ഫുൾ നാടകം കാണാൻ പറ്റില്ല. അപ്പോൾ ഈ നാടകം ഒരു കാനൻ ഇവൻ്റ് ആണെന്ന് ഡഫർ ബ്രദേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അവർ എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് അത് എനിക്ക് മനസ്സിലായില്ല. കാനൻ ആണെങ്കിൽ നമ്മളത് കാണണ്ടേ, അപ്പോഴല്ലേ ഇത് അങ്ങനെയാണല്ലോ എന്ന് മനസ്സിലാവുക. അത് കാണാനേ ഒരു വഴിയില്ല. അതെന്താ ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ ഫുള്ള് വീഡിയോ സംഭവങ്ങൾ അങ്ങനെ എങ്ങനെയാണ് ആന ചേനാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഥയുണ്ട്. ചുരുക്കി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അത് ഭയങ്കര അതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതായത് കഥ നടക്കുന്നത് നമ്മുടെ ഹെൻറി വെക്ന ഉണ്ടല്ലോ, ഇപ്പോഴത്തെ വെക്ന, പണ്ടത്തെ ഹെൻറി. ആ പയ്യൻ പണ്ട് ചെറുപ്പത്തിൽ നടന്നപ്പോൾ നമ്മുടെ ബ്രന്നർ ഉണ്ടല്ലോ, ബ്രന്നറിൻ്റെ അച്ഛൻ, മറ്റേ ഡോക്ടർ ബ്രന്നർ ഉണ്ടല്ലോ, ബ്രന്നറിൻ്റെ അച്ഛൻ ഒരു ഇതുപോലത്തെ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അയാൾ ഒരു ഷിപ്പിനെ വെച്ചിട്ടൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഷിപ്പിനെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോവുക, അങ്ങനെ എന്തോ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ആ എക്സ്പെരിമെൻറ്റ് പാളി. ഓക്കെ, അങ്ങനെയാണ് ഡോക്ടർ ബ്രന്നറിൻ്റെ അച്ഛൻ മരിക്കുന്ന മുന്നേ ഡോക്ടർ ബ്രന്നറിൻ്റെ അടുത്ത് അന്ന് നടന്ന കഥയും പറഞ്ഞിട്ടുണ്ട്, എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊരു കാര്യം. ആ എക്സ്പെരിമെൻറ്റ് പിന്നീട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ആ എക്സ്പെരിമെൻറ്റിലാണ് ഈ ഡൈമെൻഷൻ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഇവർ പോകുന്നത്. ഈ അപ്സൈഡ് ഡൗണും ഡൈമെൻഷൻ എക്സും വ്യത്യാസമുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഈ ഡൈമെൻഷൻ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ആ മൈൻഡ് ഫ്ലെയർ ഉള്ളത്. വലിയ ഇങ്ങനത്തെ ഒരു സ്പൈഡർ പോലത്തെ ഒരു സാധനമില്ലേ, വലുത്, സെക്കൻഡ് സീസണിൽ വരുന്നുണ്ട് ആ ഒരു സംഭവം. അത് ഈ ഡൈമെൻഷൻ എക്സിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഷിപ്പിനെ ഇവർ എന്തോ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതെന്തോ ഫെയിൽഡ് മിഷനാണ്, പക്ഷെ അത് എന്തോ ചെയ്യാൻ നോക്കിയിട്ട് പാളി. അപ്പോൾ ഇവരുടെ എക്സ്പെരിമെൻറ്റ് നടക്കുന്നതൊക്കെ നെവാഡയിലാണ്. ഓക്കെ, നെവാഡ എന്ന് പറഞ്ഞിട്ടുള്ള ലാസ് വേഗസ് നെവാഡയിൽ ആ എക്സ്പെരിമെൻറ്റ് നടക്കുന്ന സ്ഥലത്തെ ഒരു റഷ്യൻ സ്പൈ ഈ മൈൻഡ് ഫ്ലെയർ ഇവർ കൊണ്ടുപോയി, ഈ ഷിപ്പ് കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ എന്തോ കുറേ മൈൻഡ് ഫ്ലെയറിൻ്റെ എന്തൊക്കെയോ കുറേ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്തോ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭവം അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ഈ നെവാഡ കേവ്സിൽ ഒളിപ്പിച്ച് വെച്ചു. മനസ്സിലായ? നെവാഡ കേവ്സ്, ആ നെവാഡ കേവ്സിലാണ് ഇപ്പം മാക്സ് ഉള്ളത്. മനസ്സിലായ? ഈ നെവാഡ കേവ്സിൽ ഒളിപ്പിച്ച് വെച്ചു. അപ്പം നമ്മുടെ ഹെൻറി പയ്യൻ ഹോക്കിങ്സിലേക്ക് വരുന്നതിന് മുന്നേ നേരത്തെ എവിടെയായിരുന്നു? നെവാഡയിലായിരുന്നു. ആ നെവാഡയിൽ ഈ ഒരു കേവ്സിൻ്റെ ഉള്ളിൽ ഈ പയ്യൻ പോവുകയും ഇവൻ ആദ്യമായിട്ട് ഈ ഒരു വേറെ ഡൈമെൻഷൻ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോവുകയാണ് ഫസ്റ്റ് നടക്കുന്ന കാര്യം. ഇത് ആക്ച്വലി കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ്. ഈ നാടകം ഇവർ പറയുന്നത് ഈ നാടകമാണ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ നാടകത്തിൽ നമ്മളാദ്യം ഈ വെക്ന ആദ്യമായിട്ട് ഈ മൈൻഡ് ഫ്ലെയറിൻ്റെ മുന്നിൽ പോയത് നമ്മൾ കണ്ടത് സീസൺ 4 മറ്റേ 11 അവനെ തള്ളി വിട്ട് അവൻ വേറൊരു ഡയമെൻഷനിൽ പോയി അവിടെ പോയി മൈൻഡ് ഫ്ലെയറിനെ ഇവൻ ആ സ്പൈഡർ പോലെ ആക്കി എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം അതിനൊരു എക്സ്പ്ലനേഷൻ കിട്ടുക എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മൈൻഡ് ഫ്ലെയർ എന്ന് പറഞ്ഞാൽ അതിനൊരു രൂപമൊന്നും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്നറിയില്ല, ഈ ഹെൻറി വരയ്ക്കുന്നൊരു ചിത്രമുണ്ട്, ഈ മൈൻഡ് ഫ്ലെയർ ഈ സ്പൈഡറിൻ്റെ പോലത്തെ വലിയൊരു രൂപം. അപ്പോൾ അവൻ ഈ ആക്ച്വലി ചെയ്യുന്നത് മൈൻഡ് ഫ്ലെയർ ഇവനെ കൺട്രോൾ ചെയ്യണം. നമ്മൾ ശരിക്കും 4th സീസണിൽ കണ്ടത് വെക്ന മൈൻഡ് ഫ്ലെയറിന് ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ആക്ച്വലി മൈൻഡ് ഫ്ലെയർ ആണ് വെക്നനെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഹെൻറിക്ക് ഇങ്ങനെ ഒരു പവർ കൊടുക്കുന്നത് തന്നെ ആദ്യം ഈ നെവാഡയിലെ കേവിൻ്റെ അകത്ത് പോയിട്ട് പെട്ടിട്ട് ഈ സ്പൈൻ്റെ കൂടെ പെട്ടിട്ട് അയാളെന്തൊരു മെഷീൻ എന്തോ ഒരു സാധനം കൊണ്ടുവന്നിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ പോയി ഡയമെൻഷൻ എക്സിൽ പോകുമ്പോഴാണ് ആ പവർ കിട്ടുന്നത്. എന്നിട്ടാണ് നമ്മുടെ ഡോക്ടർ ബ്രന്നർ ഇവനെ 001 എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇവൻ്റെ ബ്ലഡ് എടുത്തിട്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് കുത്തിവെച്ചിട്ട് അവർക്കും പവേഴ്സ് കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ 4th സീസണിൽ കാണുന്നത് മെമ്മറി, അത് 11ൻ്റെ മെമ്മറി പോയത് പെട്ടെന്ന് 11 ഓർമ്മ വരുന്ന ഒരു കാര്യമാണല്ലോ. 11 ഈ നമ്മുടെ ഹെൻറിയും കൂടി ഒരു ഫൈറ്റ്, അതിൽ അവസാനം ഇങ്ങനെ ആക്കും, അവൻ വേറൊരു ഡയമെൻഷനിൽ പോവും. അവിടെ പോകുമ്പോഴേക്കും അവൻ്റെ രൂപം മുഴുവൻ മാറും. ഹെൻറി പോയിട്ട് വെക്നയായി ആ മറ്റേ മൂക്കും ഒരു മരം പോലത്തെ ഒരാളായി മാറുന്നത് നമ്മൾ കണ്ടു സീസൺ 4. ആ കണ്ടത് ആക്ച്വലി മൈൻഡ് ഫ്ലെയറിന് ഇവനൊരു രൂപം കൊടുക്കുന്നതെന്നേ ഉള്ളൂ. ഇവൻ ആക്ച്വലി മൈൻഡ് ഫ്ലെയറിന് ഉണ്ടാക്കുന്നില്ല. മൈൻഡ് ഫ്ലെയർ ആണ്
വലിയ സംഭവം. ആ മൈൻഡ് ഫ്ലെയർ ഇവനെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് ഇപ്പോൾ വരുന്ന ഫാൻ തിയറീസും ഈ ഒരു സംഭവം മൊത്തം വരുന്നത്. ഇത് എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീനുണ്ട്, മാക്സ് ഓടി വരുന്നുണ്ട്. മാക്സ് ഓടി വന്ന് ഈ നെവാഡേൻ്റെ കേവിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. ആ കേവ് ഇപ്പോൾ അവർ മൈൻഡ് പാലസിൽ, മാക്സ് ഇപ്പോൾ ഹെൻറിയുടെ മൈൻഡ് പാലസിലാണല്ലോ. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഹെൻറി അവിടെ എത്തിയിട്ട് ഉള്ളിൽ കയറുന്നില്ല, പേടിച്ച പോലെ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഇവരിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇപ്പോഴും വെക്നൻ്റെ ഉള്ളിൽ ആ പണ്ടത്തെ പയ്യനുണ്ട്. പണ്ട് ഈ കേവിൻ്റെ അകത്ത് പോയി ആ ഡയമെൻഷൻ എക്സിൽ പോയി കുറച്ച് കാലം, ഒരു 12 മണിക്കൂർ എന്തോ അവിടെ പെട്ടു എന്നാണ് പറയുന്നത്. പിന്നെ ആ പവറും കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു പവറ് കിട്ടി ആ സ്ഥലത്തുനിന്ന്. പക്ഷെ അത് ഭയങ്കര പേടിയാണ് ഇപ്പോഴും ഹെൻറിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ആ കേവിൻ്റെ അവിടെ എത്തിപ്പിക്കും ചെക്കനൊന്ന് ഞാനില്ല ഈ കേവിൽ കൊണ്ട് തിരിച്ചു പോയത്. അപ്പോൾ ഇനി എന്തായിരിക്കും ഭാവിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൻറി വെക്നയും, അതായത് ഈ ഹെൻറി എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ജനറൽ പോലെയാണ്, ഒരു വലിയൊരു ഈ മൈൻഡ് ഫ്ലെയറിൻ്റെ വലിയൊരു ആർമിൻ്റെ ഒരു നേതാവ് പോലെ, ഈ ഡെമോഗോർഗൻസും ബാക്കിയുള്ളതിനെയൊക്കെ കൺട്രോൾ ചെയ്ത ഒരു നേതാവിനെ പോലെയാണ് വെക്ന. മെയിൻ വില്ലൻ എന്ന് പറഞ്ഞത് മൈൻഡ് ഫ്ലെയർ ആണ് എന്നാണ് ഇപ്പോൾ വരുന്ന സംഭവം. മിക്കവാറും വെക്നനെ ഹെൻറിനെയും ഇവർ സെപ്പറേറ്റ് ആക്കുക. ഹെൻറിൻ്റെ ഉള്ളിൽ ആ ഒരു പേടിയുണ്ട്, അപ്പോൾ അവനൊരു പാവമാണ്. ചിലപ്പോൾ മാക്സൊക്കെ രക്ഷപ്പെടുന്നത് അങ്ങനെ എന്തെങ്കിലും, മാക്സും ഹോളിയൊക്കെ രക്ഷപ്പെടുന്നത് അങ്ങനെ ആയിരിക്കാം എന്നാണ് ഒരു ഫാൻ തിയറി വരുന്നത്. ഈ കാനനാണ് ഈ ഒരു നാടകം, ഈ ഒരു ബ്രോഡ്വേ നാടകം കാനനാണെന്ന് ഡഫർ ബ്രദേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ് സൗണ്ട്സ് ലോജിക്കൽ. അതുകൊണ്ട് മാത്രം അറിയില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ ആണോ എന്നൊരു പിടിയില്ല. ഇപ്പോൾ സംഭവങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ആ ഒരു ടൈം പീരീഡ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ 4th സീസണിൽ കണ്ടത് ആക്ച്വലി മൈൻഡ് ഫ്ലെയറിനെ ഇവ ഉണ്ടാക്കുകയല്ല, ഓൾറെഡി മൈൻഡ് ഫ്ലെയർ അവിടെ ഉണ്ട്, അതിൻ്റെ രൂപം മാത്രമേ കൊടുക്കുന്നുള്ളൂ. സിമ്പിൾ സംഭവം, മനസ്സിലായില്ലേ? ഇനി വില്ലിന് എങ്ങനെ പവർ കിട്ടിയെന്നുള്ള കാര്യം. ഈ വില്ലിൻ്റെ പവർ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വോൾഡമോർട്ടും ഹാരി പോട്ടറും ആ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ്. വോൾഡമോർട്ട് കാണുന്നതും വോൾഡമോർട്ടിൻ്റെ കുറച്ച് ശക്തി ഈ ഹാരി പോട്ടറിന് കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഫസ്റ്റ് കാണിക്കുന്നത് ഒരു വായിലൂടെ ഒരു സംഭവം കൊടുക്കുന്നില്ല, അത് ബ്ലഡ് കൊടുക്കുകയാണ്. ഈ 11 ബാക്കിയുള്ളവർക്കൊക്കെ മറ്റേ നമ്പർ 8 കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹെൻറിൻ്റെ ഡയമെൻഷൻ എക്സിൽ പോയി കിട്ടിയ ആ പവറിൻ്റെ ബ്ലഡാണ് ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ബ്ലഡ് കൊടുത്തതാണ് വില്ലിന്. പക്ഷെ വില്ലിന് ബ്ലഡ് മാത്രം, ഈ പവർ മാത്രമല്ല, പവർ ഇപ്പോഴേ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ളൂ ചെക്കൻ. പക്ഷേ റോബിൻ്റെ കൂടെ 2 വർത്താനം പറയുമ്പോഴേക്കും ചെക്കന് പവർ കിട്ടി. ഏത് അപ്പോൾ പക്ഷേ എന്താണ്, ഇത് മാത്രമല്ല, അവന് കാണാനും അവരെന്താണ് കാണുന്നത് കാണാനും കൂടെയുള്ള എല്ലാ സംഭവവും ഉണ്ട്. കാരണം ഈസ് എ പാർട്ട് ഓഫ് വെക്നയും ഇവനും ഏകദേശം നല്ല ഒരേ ആൾക്കാരാണ്. ഹാരി പോട്ടർ വോൾഡമോർട്ടിൻ്റെ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ 1959 സ്കൂള് കാണിക്കുന്നുണ്ട്. അത് കുറേ ഫാൻ തിയറീസ് വരുന്നുണ്ട്. ഒരു സ്കൂളോ കോളേജ് എന്താ കാണിക്കുന്നുണ്ട്, ജോയ്സിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അതും നമ്മൾ ഈ നാടകത്തിൽ നിന്ന് എടുക്കണം. ഈ നാടകത്തിൽ ജോയ്സും ജിം ഹോപ്പറും ഹെൻറിയും ഇവരൊക്കെ കൂടി ഒരു അഡ്വഞ്ചറിന് പോകുന്നുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ദേ ഓൾ ന്യൂ ഈച്ച് അതർ. കേരൻ വീലർ ഉണ്ടല്ലോ, പുള്ളിക്കാരി ആയാലും മറ്റേ നമ്മുടെ ജിം ഹോപ്പർ ആയാലും ഹെൻറി ആയാലും ജോയ്സ് ആയാലും ഇവർക്കൊക്കെ തമ്മി അറിയാം. പവർ ഓഫ് ലവ് എടുക്കാനാണോ? അത് അങ്ങനെ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഈ പവർ ഓഫ് ലവ്, പവർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, അത് മാത്രം അത് ചെയ്തില്ലെങ്കിൽ 10ൽ 10 കൊടുക്കാം നമുക്ക്. അത് ഇത് പോക്ക് കണ്ടിട്ട് അതുപോലെ ഉണ്ട് എനിക്ക് പവർ ഓഫ് ലവ്. കാരണം ഇവരൊക്കെ തമ്മി അറിയും. അപ്പോൾ ഹെൻറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ, എടാ ഇത് നമ്മുടെ ഹെൻറി അല്ലടാ എന്ന് പറയും ജോയ്സ്. അപ്പോൾ ഹോപ്പർ ഇത് നമ്മുടെ മറ്റേ സ്കൂളിൽ പഠിച്ച എവിടെയായിരുന്നു ഇത്രല്ലോ, ആ ഒരു പരിപാടിക്കാണ് തോന്നുന്നുണ്ട്. അറിയില്ല, ഫാൻ തിയറീസിന് ഒരു പഞ്ഞുമില്ല. വില്ലും നമ്മുടെ 11ൻ്റെയും അമ്മമാരും ഒരേതാണെന്നോ, വില്ലും നമ്മുടെ 11ൻ്റെയും അച്ഛൻ വന്നിട്ട് യവനാണെന്നോ ഹെൻറി ആണെന്നോ, അങ്ങനെ
അച്ഛനും അമ്മനും മാറ്റി 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 കളിക്കുന്നുണ്ട്. അറിയില്ല, ചാൻസസ് ആർ ദർ, ബട്ട് അതൊരു എക്സ്റ്റെൻഡ് ആയിരിക്കില്ലേ. വില്ലിൻ്റെ അച്ഛനെ കുറച്ചേ കാണിക്കുന്നുള്ളൂ, അവർ പ്രശ്നക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട്. എലവൻ്റെ അച്ഛനെ കാണിക്കുന്നില്ല. എലവൻ്റെ അമ്മനെ MK Ultra പ്രോഗ്രാമിലിട്ടിട്ട് അത് കാണിക്കുന്നുണ്ട്. സോ നോബഡി ഈസ് നോ ഹൂ ഈസ് ദ ഫാദർ. അപ്പോൾ ചിലപ്പോൾ അത് പോസിബിൾ ആവാം. ഓക്കെ, ഒരു തിയറിയാണിത്, മേ ബി അതൊരു സംഭവം. പിന്നെ അടുത്ത ഒരു സംഭവം ആ ഒരു വോളാണ്. എന്താണ് ആ വോളിൻ്റെ ഉള്ളിൽ? പല തിയറീസ് ഉണ്ട്. വോൾ സർക്കുലറാണെന്ന് നമ്മൾ ഡെസ്റ്റിൻ കണ്ടുപിടിച്ചു. ചെക്കനെയും ആ മറ്റേ ഒരു മാഷുണ്ടല്ലോ, മാഷിൻ്റെ പേരെന്താണെന്ന് മറന്നുപോയി. ആ ചങ്ങായിനി ഡെസ്റ്റിനിയും ഒരു അരമണിക്കൂർ വിട്ട് കഴിഞ്ഞാൽ എല്ലാം കണ്ടുപിടിച്ച് മറ്റേ പേപ്പറിൽ വരച്ച് കൊണ്ട് തരും. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുമെന്ന് വേണ്ട. ഇതാണ് പരിപാടി. ഇതാണ് ശരിയായ 2 ടീംസ് അതായത് സർക്കുലറാണെന്ന് കണ്ടുപിടിച്ചു. സെൻറ്ററിൽ ഹോക്കിൻസിലെ ലാബാണുള്ളത്. ഓക്കെ, മൈൻഡ് ഫ്ലെയറാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അറിയില്ല, ഒരു വലിയൊരു സംഭവം ഉള്ളത്. ഇറ്റ് മേ ബി എ വേം ഹോൾ. 7ാമത്തെ എപ്പിസോഡിൻ്റെ പേര് ദ ബ്രിഡ്ജ് എന്നാണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ. അപ്പോൾ ആക്ച്വലി അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വേം ഹോൾ അവിടെ ഉണ്ടാക്കുകയാണ്. വേം ഹോളിനെ കുറിച്ച് ആ ക്ലാസ്സിൽ എറിക്ക പറഞ്ഞും കൊടുക്കുന്നുണ്ട്. ആ മാഷ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വില്ലൊരു സാധനം വരയ്ക്കുന്നുണ്ട്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഒരു സംഭവം പോലത്തെ. അതിൽ 12 കുട്ടികളെ എടുക്കുന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 12 കുട്ടികളെ ഇവർ കൊണ്ടുവന്ന്, വീക്കായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ എന്തോ അവരുടെ എനർജിയോ അവരുടെ എന്തോ എടുത്തിട്ടാണ് ഈ ടണൽ ഉണ്ടാക്കുന്നത്, ഈ വേം ഹോൾ ഉണ്ടാക്കുന്നത്. വേം ഹോളിലുള്ള എനർജിയാണ് ഈ കുട്ടികൾ എന്നാണ് പറയുന്നത്. നമുക്കത് വിശ്വസിക്കാതിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ ഡയമെൻഷൻ എക്സും ഈ നമ്മുടെ മറ്റേ അപ്സൈഡ് ഡൗണും മര്യാദയ്ക്കുള്ള ലോകവും ഈ 3ഉം കൂടി കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ആ വോളിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അത് ചിലപ്പോൾ മിലിറ്ററിക്കാർ അറിഞ്ഞുകൊണ്ടായിരിക്കും. കാരണം ശ്രദ്ധിച്ചാൽ മിലിറ്ററിക്കാർക്ക് ഈ വോൾ എന്നൊരു പ്രശ്നമില്ല. അവനവിടെ വന്ന് മൂത്രമൊഴിക്കുന്നു, അവനവിടെ വന്നിട്ട് അവർക്ക് ആ വോള് ദ ഡോണ്ട് മൈൻഡ്. അവരതിനെ ആക്രമിക്കാനോ ഒന്നും നോക്കുന്നില്ല. സോ ദർ മേ ബി എ കണക്ഷൻ ബിറ്റ്വീൻ ദം. ചിലപ്പം മിലിറ്ററിക്കാർക്കും എന്തെങ്കിലും വെക്നായിട്ടൊരു ഡീലോ അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയർ ആയിട്ടുള്ള ഡീലോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നൊരു ഫാൻ തിയറി കണ്ടു. നോക്കുമ്പോൾ ശരിയല്ലേ, മിലിറ്ററിക്കാർ ആക്ച്വലി ഒന്നും ആ വോളിനെ ഒന്നും ചെയ്യുന്നില്ല. കുട്ടികളെ മറ്റേ ബെയ്റ്റായി കൊടുക്കുന്നു, അതൊക്കെ ഓക്കെ. ഇത്ര വലിയൊരു വോളുണ്ട്, എന്നാൽ പിന്നെ അവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതിനുള്ളിൽ എന്താണെന്ന് നോക്കണ്ടേ? നോക്കുന്നില്ല. വൈ? സംതിങ് ഇസ് ഗോയിങ് ഓൺ. എഡി തിരിച്ചു വരുന്ന പറയുന്നത് അതൊരു DND ഒരു സംഭവമായിട്ടാണ് പറയുന്നത്. കാസ് ദ ബ്ലഡി ഹാൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ഈ വെക്നൻ്റെ ലുട്ടനൻ്റ് പോലത്തെ, വെക്നൻ്റെ ഒരു മിലിറ്ററി ഒരു ആക്രമിക്കുന്ന ഒരാൾ പോലത്തെ ഒരാളാണ് DNDയിൽ, ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഗെയിമിൽ. അപ്പോൾ ആ ക്യാരക്ടർ എങ്ങനെയാണ്, എന്താണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ വാമ്പയർ ആവും. എങ്ങനെ? ബാറ്റ്സ് വന്ന് കടിച്ചിട്ട്. എഡി മരിക്കുന്ന എങ്ങനെയാണ്? ബാറ്റ്സ് വന്ന് മരിച്ചിട്ട്. അപ്പോൾ എഡിനെ തിരിച്ചു കൊണ്ടുവരുമോ, കാസ് ദി ബ്ലഡി ഹാൻഡഡ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരുമോ എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അറിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫാൻ തിയറീസും കാര്യങ്ങളും. പ്രഡിക്ഷൻ അറിയാമല്ലോ. ഇനിയിപ്പോൾ ഈ മാക്സ് അവിടെ നിന്ന് രക്ഷപ്പെടണം, ഹോളിയും മാക്സുമായിട്ട് രക്ഷപ്പെടും. മിക്കവാറും ആ കേവ്സിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടായിരിക്കും രക്ഷപ്പെടുക. പിന്നെ ഇനി കളിയായിരിക്കും. മറ്റേ നമ്പർ 8ഉം 11ഉം അണ്ണനും വില്ലും കൂടിയിട്ടൊരു തൂക്കലായിരിക്കും. പക്ഷെ എന്നിട്ടും ഇനിയും നമ്മൾ ആ ട്രെയിലറിലൊക്കെ കണ്ടു, വില്ലൊക്കെ കിടന്ന് വിറയ്ക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ വില്ലിനെ പിടിച്ചിട്ട് പോകുന്നൊരു സീനും കൂടി ഉണ്ട്. അപ്പം ഇനി അതാണ്, ഇത് വെക്നെ അല്ല, ഇനി വേറെ എന്തൊക്കെയോ വരാനുണ്ട്. 4 എപ്പിസോഡേ ഉള്ളൂ. ഇനി എന്തൊക്കെ സംഭവിക്കാവോ, നടക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫാൻ തിയറീസോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. സ്പോയിലേഴ്സ് ഒന്നും നോക്കണ്ട. ഇതുവരെ കാണാത്തവന്മാർ ഇനി എപ്പോൾ കാണാനാണ്, അത് കമൻറ്റ് ചെയ്യുക, ഒന്നും നോക്കണ്ട. അപ്പോൾ ഇനി നമ്മുടെ ബിഗ് ന്യൂസ് ഫോർ അൺഎംപ്ലോയിഡ് പീപ്പിൾ നോക്കാം. ലെറ്റ്സ് ഗോ. ആദ്യത്തെ ഒരു ന്യൂസ് ഹാപ്പി ന്യൂസാണ്. യൂഫോറിയ ഇറങ്ങുന്നുണ്ട് അടുത്ത കൊല്ലം.
2026 കുറച്ചാളുള്ളൂ ഇനി. ഷൂട്ടിങ്ങൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ സിഡ്നി സ്വീനിക്ക് എന്താണ് റോള് എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കാസി എന്നുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ യൂഫോറിയയിലെ, സിഡ്നി സ്വീനെ അഭിനയിക്കുന്നത്. അപ്പോൾ കാസി വിൽ ബി പ്ലേയിങ് എ ഫേമസ് ഓൺലി ഫാൻസ് മോഡൽ ഇൻ 3rd സീസൺ എന്ന് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അക്ക ഫാൻസൊക്കെ ആഘോഷത്തിലാണ്. എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. സാം ലെവിൻസൺ ആണ് ഇതിൻ്റെ ഈ ഷോ ഉണ്ടാക്കിയ ആൾ. പുള്ളി അറിയാലോ തിരി വൾഗർ ചങ്ങയാണ്. ഇത് ഐഡൽ കണ്ടിട്ടില്ലേ, വീക്കെൻഡിൻ്റെ സീരീസ്. അതിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലത്തെ ആ ഒരു വൈബ്, ചങ്ങൻ്റെ ഒരു പ്രൈമൊക്കെ പോയി എന്നാണ് തോന്നുന്നു. നല്ല രീതിയിൽ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2022 വരെ സെക്കൻഡ് സീസണൊക്കെ പൊളിയായിരുന്നു യൂഫോറിയയിൽ. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയില്ല. ചങ്ങായി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഐഡിയലൊക്കെ എടുത്ത് ഊക്ക് വാങ്ങിച്ച് HBO ഒക്കെ ചങ്ങായിനെ എഴുതി തള്ളിയാന്നുള്ളൂ. പിന്നെ ഇതും കൂടി പാളിയാൽ കഴിഞ്ഞു. അപ്പോൾ ഇത്തിരി സീനായിരിക്കും. അപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. യൂഫോറിയൻ്റെ പ്രശ്നം അറിയാലോ, എല്ലാവരും ഫേമസ് ആയി. സിഡ്നി സ്വീനി, സെൻഡയ, ഇവർ ഒക്കെ ഫേമസ് ആയി. ഇനി ഈ ഫേമസ് ആയ ആൾക്കാരിനെയൊക്കെ ജോർഡൻ എലോഡിയോ എന്താ വെച്ചാൽ എൻ്റെ പേര്, ജോർഡൻ എലോഡി ഒക്കെ വലിയ മറ്റേ ഫ്രാങ്കൻസ്റ്റീനും മറ്റേതൊക്കെ ചെയ്ത് അപ്പോൾ എല്ലാവരും ഭയങ്കര ഫേമസ് ആയി. ഇനി ഇവരിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ തന്നെ ഇതൊക്കെ നടക്കാത്ത കാര്യമാണ്. ഈ ചെറിയ സീരീസിന് വേണ്ടി ഇവരൊന്നും വരില്ല. അപ്പോൾ അതാണ് ബേസിക്കലി സംഭവം. അപ്പോൾ ഓൺലി ഫാൻസ് മോഡലായിട്ടാണ് സിഡ്നി സ്വീനി. ആഘോഷിക്കില്ല അവർ. ശരി, ഇനി അടുത്ത ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൃതി മന്ദനൻ്റെ ന്യൂസാണ്. ഒരാൾ ഡൈവേഴ്സായി, ഒരു ഫേമസ് ആയിട്ടുള്ള ആൾ ഡൈവേഴ്സായി, അല്ലെങ്കിൽ കല്യാണമായി, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ ഇറങ്ങി മറ്റേ ഓരോ റൂമേഴ്സ് ഉണ്ടാക്കാനും അതുണ്ടാക്കാനും ഇതുണ്ടാക്കാനൊക്കെ തുടങ്ങും. നീലക്കുയിലിൻ്റെ ഒരു അപ്പന്മാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അതായത് ഈ റെഡിറ്റിൽ കുറച്ച് ടീംസ് ഉണ്ട്. ബോളിവുഡ് എന്താണ് സീക്രറ്റ്സോ, ബോളിവുഡ് ഗോസിപ്സ്, അങ്ങനെ ഉണ്ട് സംഭവമുണ്ട്. സ്പിൽ ദ ടീ എന്ന് പറഞ്ഞിട്ട് ഈ ചായ ഉണ്ടോ, ഇത് ഈ എന്താണ് ഇന്നത്തെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ട്. ചായ സ്പില്ല് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിൽ എഴുതാമല്ലോ. ഇപ്പോൾ ഒരാളെക്കുറിച്ച് എനിക്കിപ്പോൾ അറിയില്ല, അവൻ തെണ്ടിയാണ്, ഇവൻ അതാണ്, ഇവൻ മറ്റേ കള്ളവടിക്ക് പോകണം, ഞാൻ കണ്ടു ഇതൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങോട്ട് എഴുതിവിടുക. ആരിപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പോകണം. ഇത് മറ്റേ പേപ്പറിൽ ന്യൂസ് വരുന്ന പോലെ ഒന്നും അല്ലല്ലോ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. ആ കാര്യം എനിക്ക് മനസ്സിലായി. അതായത് ഇങ്ങനെ ഒരു റൂമർ വന്നു. റൂമറല്ല, ഈ എന്താണ് ഈ പേജിൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ഗോസിപ്സ്, റെഡിറ്റിൽ ഒരു ഗോസിപ്പ് പേജിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരികയാണ്. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും, സ്മൃതി മന്ദനൻ്റെ 23-ാം തീയതി നടക്കാനുള്ള കല്യാണം ക്യാൻസലായി. ഇതാ കുറേ ചാറ്റുകൾ. ഈ പയ്യൻ്റെ പേരെന്തായിരുന്നു, പലാഷ് മച്ചലും ശ്രുതി മന്ദനയും. അപ്പോൾ ഇവരുടെ കല്യാണം 23 നടക്കാനുണ്ടായിരുന്നു. എന്തോ ഈ ചെക്കൻ എന്തോ ചതിച്ചു കല്യാണത്തിന് തലേ ദിവസം ഇത് മറ്റൊരു ന്യൂസ് കണ്ടു. അപ്പോൾ ഈ റെഡിറ്റിൽ വരുന്ന ന്യൂസോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെയൊക്കെ ഒഴിവാക്കി വിട്ടു. നമ്മളത് ഇതുപോലത്തെ ഇങ്ങനെ എന്തൊക്കെ വരുമോ ഈ ന്യൂസ്, ഒരു ലോഡ് ന്യൂസ് ഉണ്ട്. ഈ ബോളിവുഡ് ഗോസിപ്പോ അങ്ങനെ എന്തോ ഒരു ചാനലുണ്ടോ, എൻ്റെ അമ്മ എന്നെ അതിൽ എന്തൊക്കെയോ പറയും. അവരുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു, ആ വേലക്കാരി വന്നിട്ട് ഇങ്ങനെ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഹെവി സാധനങ്ങൾ വരും. അപ്പോൾ ഒക്കെ ഉള്ളതായിരിക്കുമോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ അത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തു റെഡിറ്റിൽ. അവർ പറഞ്ഞു, ഇതാ ശ്രുതി മന്ദനൻ്റെ കല്യാണം ക്യാൻസലായിട്ടുണ്ട്, ഇതിങ്ങനെയാണ്, ഈ ചെക്കൻ തലേ ദിവസം അതിൻ്റെ അടുത്ത കൂടെ ഇരിക്കുന്നത് വേറെ എല്ലാവരും കണ്ടു, ക്യാൻസലായി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്, പിന്നെ നോക്കണം മീംസും ട്രോൾസൊക്കെ വരാൻ തുടങ്ങി. സ്മൃതി മന്ദന അവരുടെ കല്യാണത്തിൻ്റെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തു. കുറേ ഏതൊക്കെയോ ഒരു പെണ്ണിൻ്റെ ചാറ്റ് ലീക്ക് ചെയ്തു. പെണ്ണിൻ്റെ പേരെന്താ അറിയോ,
മേരി ഡി കോസ്റ്റ എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ ചാറ്റ് ലീക്ക് ചെയ്തു. ആ ചാറ്റിൽ ഇപ്പം അത് പണ്ടത്തെ ചാറ്റാണ്. ഈ മേരി ഡി കോസ്റ്റ തന്നെ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ചങ്ങായി പറയുക സ്മൃതി മന്ദനായിട്ടുള്ള റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് ആണ്, ഞാൻ അവളിനെയൊക്കെ എപ്പോഴെങ്കിലോ കാണുള്ളൂ, അപ്പോൾ അതൊന്നും വലിയ റിലേഷൻഷിപ്പ് അല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതേ പയ്യൻ തന്നെ വലിയ കാര്യത്തിൽ മറ്റൊരു വീഡിയോ ഒക്കെ എടുത്ത് വലിയ പ്രപ്പോസലും കാര്യങ്ങളും ഇവരുടെ വീഡിയോസ് തന്നെ ആയിരുന്നു. കുറച്ചൊക്കെ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു റീൽസിലൊക്കെ. ഒരു ഡാൻസ് കളിക്കുന്നു, ഹൽദി എല്ലാം കഴിഞ്ഞു, ഹൽദി സംഗീതം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കല്യാണത്തിൻ്റെ തലേദിവസമാണ് ഈ സംഭവം. അപ്പോൾ ഈ പെണ്ണല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ റെഡിറ്റുകാർ വേറെ പെണ്ണിനെടുത്തു. ശരിക്കും ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല. പക്ഷേ ആ ഫസ്റ്റ് ന്യൂസ് ബ്രേക്ക് ചെയ്തത് അവരാണ്. നന്ദിക ദ്വിവേദി ഒരു കൊറിയോഗ്രാഫറിൻ്റെ കൂടെയാണ് ചീറ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വന്നു. അപ്പോൾ പിന്നെ ഈ നന്ദിത തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധുവില്ല, റെഡിറ്റിൽ പറഞ്ഞോട് വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തോ ഏതാണെന്നറിയില്ല, ഒരാൾക്കാരുടെ ജീവിതം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് വിറ്റ് ഈ റെഡിറ്റിൽ അങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ല. ആക്ച്വലി ദേ ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ് ഓർ സംതിങ്. അവർക്ക് ഈ എക്സിലൊക്കെ ആണെങ്കിൽ പൈസ കിട്ടും. ഇതെന്തിനാണ് പെയ്ഡൊന്നും അല്ല. ഇവർക്കിങ്ങനെ ഒരു സുഖം ഇഷ്ടം പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതിലിപ്പോൾ ഏതാണ് സത്യം ഏതാണെന്ന് നോണമെന്ന് അറിയില്ലല്ലോ. കൈൻഡ് ഓഫ് എല്ലാം വിശ്വസിക്കേണ്ടി വരും ഈ ഒരു പോക്കാണെങ്കിൽ. നന്ദിക ദ്വിവേദിനെയാണ് ഇത് ചീറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു മോനെ. പിന്നെ റെഡിറ്റ് തന്നെ, സോഴ്സ് എന്ന് പറഞ്ഞാൽ റെഡിറ്റ് തന്നെ. അവർ പറഞ്ഞാൽ അത് വിശ്വസിച്ചോ, ഒന്നും നോക്കണ്ട. ഇപ്പം അല്ലാതൊക്കെയാണ് പറയുന്നത്, അറിയില്ല. പുറത്ത് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഇനി അടുത്തൊരു വിയേർഡ് ക്രിഞ്ച് ഷിറ്റ് മാൻ. ഞാൻ ഇത് കണ്ടിട്ട് ഇതെന്താ സംഭവം എന്ന്, ഇതെന്ത് ഇങ്ങനെ എന്ന് ചിന്തിച്ചൊരു സാധനം. വിക്കഡ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇവർ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നറിയില്ല. കഴിഞ്ഞ വല്ല ഒരു സിനിമ ഇറങ്ങിയുള്ളൂ വിക്കഡിൻ്റെ. ഈ വിസാർഡ് ഓഫ് ഓസിൻ്റെ ഈ വിച്ചിൻ്റെ പേഴ്സ്പെക്റ്റീവ്. വിസാർഡ് ഓഫ് ഓസ് കണ്ടിട്ടില്ല, പണ്ടത്തെ സിനിമ. അപ്പോൾ അതിൻ്റെ വിച്ചിൻ്റെ പേഴ്സ്പെക്റ്റീവ്, വിച്ചിൻ്റെ കഥയൊക്കെ പറയുന്ന സിനിമയാണിത്. ഒരെണ്ണം കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയുള്ളൂ. 2024 ഇറങ്ങി. ഇപ്പോൾ പുതിയൊരു സിനിമ ഇറങ്ങി, വിക്കറ്റ് ഫോർ ഗുഡ് എന്ന് പറഞ്ഞിട്ട്. സിന്തിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും നമ്മുടെ അരിയാന ഗ്രാൻഡയും മിഷൽ യാവുമാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കുന്നത്. ഒരു ഫീമെയിൽ ലീഡ്സൊക്കെ ഉള്ള ക്യാരക്ടറാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ കാണണം ഈ 3 ആൾക്കാരിനെ. സംതിങ് വിയേർഡ് ഈസ് ഗോയിങ് ഓൺ. അതായത് എന്തോ ഒരു റിച്വലൊക്കെ കഴിഞ്ഞ പോലെ. ഈ സിനിമ എന്നൊരു കുട്ടികളുടെ സിനിമയാണ്, ഈ മ്യൂസിക്കലാണ്. ഞാൻ ഈ ന്യൂസൊക്കെ കണ്ടപ്പോൾ എന്താപ്പോൾ വിക്കഡ്, എന്തെങ്കിലും അതിൽ വല്ല സംഭവങ്ങളുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് കണ്ടു. ഈ മ്യൂസിക്കൽ ചെറിയ കുട്ടികളുടെ പരിപാടിയാണിത്. എനിക്കൊന്നും അത് കണ്ടിരിക്കാൻ പറ്റും. എനിക്ക് ഒന്നാമത് മ്യൂസിക്കൽ ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് കുറച്ച് 15 മിനിറ്റേ കണ്ടുള്ളൂ. സംഭവം മനസ്സിലായി. ആ ഒരു സംഭവം ദേ ആർ ഡൂയിങ് എ ക്യാരക്ടർ ഓർ സംതിങ്. നമ്മുടെ അണ്ണനില്ലേ ഷൈൻ ടോം ചെയ്യുന്ന പോലെയാണ് സിന്ധി അപ്പോൾ ചെയ്യുന്നത്. അരിയാന ഗ്രാൻഡിനൊക്കെ കാണണം. പണ്ട് ഒരു കാണാനെങ്കിലും ഒരു വിയേർഡായിട്ട് അതത് ആകെ ഒട്ടി സംഭവം. അവർക്ക് ഒന്നും ഭക്ഷണം കിട്ടാത്ത പോലെ, ഈ ഭക്ഷണം കിട്ടാണ്ട് ഒരാൾക്കാരുടെ ഫോട്ടോ വരില്ലേ പാത്രമൊക്കെ പിടിച്ചിട്ട്, അതുപോലെ ഇരിക്കുന്നു. അത് ബോട്ടേന്ന് വയ്ക്കുക, അതിപ്പോൾ ഈ ഒസംബിക്കോ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് എന്തെങ്കിലും പരിപാടിയാണെന്ന് വയ്ക്കുക. ബട്ട് ദേ ആർ ആക്ടിങ് സോ വിയേർഡ്. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ എൻ്റെ വീഡിയോ അവിടെ പ്ലേ ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. അവരുടെ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൽ വന്നാൽ അങ്ങടും ഇങ്ങടും നീ സൂപ്പറാണ്, നീയാണ് സൂപ്പർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കരിയുക, കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക, കരിയുക. അതൊന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. You have been the light of the day. You are such a gift. You brought such light into the room. Thank you very much. Not the time, helicopter. Popular. Can you believe that we're doing Popular today? It's going to be so great. That joy he wanted to infuse in every frame so that when you've experienced the film. What are they? On our hands? We have for good on our hands. Yes. And they, now that's There in we like, go. we got them on opposite, so when we hold hands, they touch. Very patient with me. Likewise. I think we're both. Ooh, don't look at me like that. I feel like, you're such an incredibly generous. Our own
No. We're not gonna. We can't. We're No, you get. Yeah, no. We can't. No, you're gonna do We've it. cried 500 times today. We've done it today. a lot. We've done it no, today. and honestly, Alone. this is a We've got PSA. So sorry, I'm guys. so, it is what it is. We're There's nothing we can do about it. I can't imagine. A little bit of her softness, and she's got Her strength. a little bit of my strength. Yeah. Truthfully. Sure, something's bothering her. She's gonna I'm fix so sorry. something. I'm so I know. sorry. I'm She's getting the fixing itch that not- Cynthia it's not Erivo right. gets. It's not there. Oh, thank you. ഒരു ഹെലികോപ്റ്റർ മുകളിൽ കൂടെ പോണ ഒരു ശബ്ദം കേട്ടിട്ട് അയ്യോ 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 അത് എന്തോ ഒരു ക്യാരി ഷൈൻ ടോം അടക്കം അവരൊന്നും ചെയ്യില്ലേ, ഒരു മൊബൈലൊക്കെ ഇറങ്ങി ഓടുക, അതുപോലത്തെ എന്തോ ഒരു വിയർത്തെ. അതായത് ഇതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഷി വാസ് എ ഗുഡ് ആക്ട്രസ്. ഇതിന് മുന്നത്തെ ഇൻ്റർവ്യൂവിലൊക്കെ കാണണം, ഒരു കുഴപ്പമില്ല. ഇതെന്തോ ഒരു മനസ്സിലായില്ലേ, ആ ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് ആ ഒരു വിക്കറ്റിൻ്റെ ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്യുന്നത്, സിന്ധിയ. അപ്പോൾ ആ ഒരു സംഭവം ആണെന്ന് തോന്നുന്നു. എല്ലാവരും പറയുന്നത് സംതിങ് വിയേർഡ് ഈസ് ഗോയിങ് ഓൺ. ഹെലികോപ്റ്റർ കൊണ്ട് ശബ്ദം കേട്ടിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നാൽ മറ്റേ തമിഴ്നാട്ടിലെ ഒരു ചങ്ങായില്ലേ മറ്റേ അതുപോലെ കാണിക്കുക എന്തത് കാണിക്കുക. പിന്നെ അരിയാന ഗ്രാൻഡിന് ഭയങ്കര പ്രൊട്ടക്ഷൻ. ഒരുത്തന്നെ സൈഡിൽ കൂടെ എന്തോ പോവുക എന്തോ ചെയ്തു, അപ്പോഴേക്കും പിടിച്ചിട്ട് ആരടാ നീ അങ്ങനെ ഇങ്ങനെയൊക്കെ പണ്ട് എന്തൊക്കെയോ സംതിങ് വിയേർഡ് ഈസ് ഗോയിങ് ഓൺ മാൻ. എന്തോ പ്രശ്നമുണ്ട്. ഇതൊന്നെങ്കിൽ എന്തെങ്കിലും വലിയൊരു കാര്യം സംഭവിക്കും, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. സോ അതാണ് ഒരു ക്രിഞ്ച് ഷിറ്റ് ഈ ആഴ്ച കണ്ട്. പിന്നെ ഈ ആഴ്ച വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് സിനിമകൾ. ഒരു ലോഡ് സിനിമകൾ ഡിസംബറിൽ ഇറങ്ങുന്നുണ്ട്. ഓൾമോസ്റ്റ് ഡിസംബർ ആവുകയും ചെയ്തു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ആദ്യം വരാനുള്ള സിനിമകൾ, ഇറങ്ങാനുള്ള സിനിമകൾ. കളങ്കാവിൽ അവസാനം 5-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. 27-ാം തീയതി എന്തോ ആയിരുന്നു, മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച റിലീസ് ചെയ്യായിരുന്നു. ഈ ആഴ്ച ഒരു സിനിമയും ഇല്ല. ഈ എല്ലാ സിനിമയും കൊണ്ട് 5-ാം തീയതി. അപ്പോൾ തിയേറ്ററും ഉണ്ടാവില്ല. ഓരോന്നാ കാണണമെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ പോകേണ്ടി വരും. ഇത് ഇവർ മനഃപൂർവ്വം ചെയ്യുന്ന പോലെയുണ്ട്. ഈ ആഴ്ച ഒരു സിനിമ ഇല്ലല്ലോ, ചെയ്തുകൂടെ? വേറെ സിനിമ ഒന്നും മര്യാദയ്ക്ക് കളിക്കണമില്ല. ആകെ എക്കോ ആണുള്ളത്. എക്കോ ആണെങ്കിൽ ഏതൊക്കെയോ തിയേറ്ററിലൊക്കെയാണുള്ളത്. അറിയില്ല ഇവന്മാർ എന്തിനാണ് അതിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. ദുരന്തർ വരുന്നുണ്ട് 5-ാം തീയതി, അതും വരുന്നുണ്ട്. കളങ്കാവിലും വരുന്നുണ്ട്. ദുരന്തർ ഒരു കുറച്ച് കാലത്തിന് ശേഷം എനിക്കും ഒരു ഹിന്ദി സിനിമ കാണാൻ പോവാം എന്ന് തോന്നിയൊരു സിനിമയാണ്. ഐ ആം ഓൾസോ ഗോയിങ്. 5-ാം തീയതി കളങ്കാവിലും കാണണം, ഇതും കാണണം. ഓക്കെ. പിന്നെ കുറച്ച് അനൗൺസ്മെൻറ്റ് വന്നത് ഇൻഡസ്ട്രി, HBO ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. കിഡിലെ സീരീസാണ്. അതിൻ്റെ 4th സീസൺ വരുന്നുണ്ട് ജനുവരി 11-ാം തീയതി. ഓക്കെ. അതൊരു പുതിയൊരു അനൗൺസ്മെൻറ്റ്. HBO സീരീസാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സീരീസാണ്. നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ട്രേഡിങ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് എന്നൊക്കെ പറയില്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് അവരൊക്കെ എന്താണ് ചെയ്യുന്നത്, അവരുടെ ഡേ ടു ഡേ ലൈഫ്, അവരുടെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, അത് കാണണമെങ്കിൽ ഗോ വാച്ച് ഇൻഡസ്ട്രി. ഓക്കെ. അടുത്തത് നിവിൻ പോളിൻ്റെ എന്തോ ഒരു ഫാർമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി ആണോ സീരീസാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സംതിങ് ഈസ് കമ്മിങ് സൂൺ എന്നാണ് ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട്. LIK എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരുന്നുണ്ട്. നമ്മുടെ പ്രദീപനെ ഇട്ട് ഊക്കാണ് എല്ലാവരും. ഡ്യൂഡിൽ ഇത്ര ഊക്കാനുള്ള ഒന്നുമില്ല. ഇത് ഇത് തമിഴ്നാട്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻസുകാരുടെ ഒരു പരിപാടിയാണ്. ഇവൻ്റെ മാത്രമേ 3 100 കോടി അടിച്ചിട്ട് ആകെ ഒരു മര്യാദയ്ക്ക് ഹിറ്റാവുന്ന പ്രൊഡ്യൂസർക്ക് 4 രൂപ കിട്ടുന്നത് ഇവൻ്റെ സിനിമ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ സിനിമ കുറച്ച് ഹിറ്റാവുമ്പോഴേക്കും അങ്ങനെ ഇങ്ങനെ ആ ഡ്യൂഡിനെ ഇനി ഇന്നതാ പറയാനില്ല. ഇതിൽ പിന്നെ സായ ഭയങ്കരല്ല, അനിരുദ്ധാണ്. അത് പറഞ്ഞിട്ട് നോക്കാൻ പറ്റില്ല. ആകെ ഒരു കുഴപ്പമുള്ളത് വിഘ്നേഷ് ശിവനാണ്. വിഘ്നേഷ് ശിവൻ്റെ എല്ലാ സിനിമയും അത്ര ഒരു ഇതാവില്ല. ചില സിനിമ നൈസായിരിക്കും. ഇത് ഫുൾ എന്തോ ഫ്യൂച്ചറിസ്റ്റിക് സംഭവമാണ്. അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. ഈ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിലൊക്കെയാണ് കാണാം. 18-ാം തീയതി വരുന്നുണ്ട്. ഓക്കെ. വേക്കപ്പ് ഡെഡ് മാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൈഫ്സ് ഔട്ടിൻ്റെ ഇത് വരുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഡിസംബർ 12-ാം തീയതി. ബബ്ബ വരുന്നുണ്ട് 18-ാം തീയതി. ബബ്ബ വരുമോ എന്നറിയില്ല. ദിലീപിൻ്റെ എന്തോ ഒരു വിധിയോ എന്തോ വരാനുണ്ട്. ഇനിയിപ്പോൾ അത് അനുസരിച്ചിട്ടായിരിക്കും സിനിമൻ്റെ കാര്യം. ഡിസംബർ 5-ാം തീയതി DSR
ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട്. അവതാർ വരുന്നുണ്ട് 19-ാം തീയതി. പുള്ളിക്കാരൻ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. പുള്ളിക്കാരൻ പറഞ്ഞ് ഇത് 2 ബില്യൺ അടിച്ചില്ലെങ്കിൽ ഞാൻ ഇത് നിർത്തും, ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ബുക്ക് ചെയ്താൽ കുഴപ്പമില്ല, ഞാൻ ഇത് നിർത്തുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ബില്യൺ ഇവർ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി സിനിമ കാണാണ്ടിരുന്നാലോ എന്ന് വരെ ആലോചിച്ച്. എന്താ ഈ അത് ചില ആൾക്കാർ ആ ഒരു ലൂപ്പിൽ പെട്ടുപോകണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അവർ അത്രയും ഇങ്ങനെ അവർക്ക് അത്രയും ഡിയറസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരന്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്താ ഇപ്പം തുടങ്ങിയാണ് ഇയാൾ ശരിക്കും വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്താ ഏത് ലെവലായെന്നറിയോ. വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റീസ്, വേസ്റ്റഡ് പൊട്ടൻഷ്യൽ. പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോ ആൾക്കാരിനെ അനുസരിച്ചല്ലേ. ഇപ്പം എല്ലാവരും പൈസയും ഫെയിമൊന്നും അങ്ങനെ ഒരുപാട്, ഇതും പൈസയൊക്കെ കിട്ടുന്നുണ്ട്, അതല്ല. എല്ലാവർക്കും ഇങ്ങനെ പുതിയതായിട്ട് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം ഒന്നും ഉണ്ടാവില്ല. പുള്ളി ഓൾറെഡി ഒരു സാധനം ഉണ്ടാക്കി, അപ്പോൾ അതിനെ ഒരു നിലയ്ക്ക് എത്തിച്ചിട്ട് വേണം ഇനി അടുത്തത്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. കിഡിലും കുറച്ച് സീരീസ് ഉണ്ട്. ദ ബീസ്റ്റ് ഇൻ മീ എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സ് ഒരു സീരീസ് ഉണ്ട്. ഞാൻ ഒരു 3 എപ്പിസോഡ് കണ്ടു. കിഡിലെന്ന് പറഞ്ഞാൽ നല്ല കാസ്റ്റാണ്. ഹോംലാൻഡിലൊക്കെ അഭിനയിച്ച ആ ഒരു അവരുടെ ആക്ട്രസിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. അവരാണ് അതിലുള്ളത്. കിഡിലനാണ്. ഒരു ഓത്തറിൻ്റെ ഒരു സംഭവം, ഭയങ്കര ഒരു ടെൻഷൻ സംഭവമില്ലേ, ആ ഒരു സംഭവം ഭയങ്കര നമ്മളിങ്ങനെ സമാധാനത്തിൽ ഇരുന്ന് കാണില്ല. ഇത് ഭയങ്കര ഒന്നുമില്ല, കഥ സിമ്പിളാണ്, പക്ഷേ ഫുള്ള് ഇതെന്താ അങ്ങനെ ഒരു വൈബ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫാമിലി മാൻ ഇറങ്ങിയിട്ട് പ്രൈമിലാണ് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരു ഷോർട്ടിൽ റിവ്യൂ ഒക്കെ പറഞ്ഞതാണ്. കാണാം പല, അതായത് ഇതൊരു പാർട്ട് 1 ആയിട്ട് കാണാം, ഇതൊരു സീസണായിട്ട് കാണരുത്, ഹാഫ് സീസണായിട്ട് കാണാം. ഈ സ്ട്രേഞ്ചർ തിങ്സ് ഇറക്കിയില്ലേ, വോളിയം 1 ആയിട്ട് കാണാം. എന്നാൽ അങ്ങനെ ഇതൊക്കെ നമ്മൾ ഇവർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കണം. വോളിയം 1 എന്ന് പറയും, അപ്പോൾ നമുക്ക് എന്ത് വിചാരിക്കും, 2 വരാനുണ്ട് ഇത് വിചാരിക്കുക ഇല്ലേ. ശരിക്കും ഫാമിലി മാൻ ഒരു വോളിയം 1 നിട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എന്തോ ഒരു സീസണിൻ്റെ പകുതി മുറിച്ച് പൈസ കഴിഞ്ഞു, ഇനി എല്ലാവരും പകുതി പയ്ക്കോ എന്ന് പറഞ്ഞ പോലെയുണ്ട്. ഇറ്റ്സ് ഓൾ ഹെർ ഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, പൊളി. അത് ഞാൻ കണ്ടു, ഫുള്ള് കണ്ടു. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കിഡ്നാപ്പിംഗ്. ഇപ്പോൾ നമ്മൾ കിഡ്നാപ്പിംഗ് പണ്ട് നടക്കുകയാണെങ്കിൽ ഒരു ഒമിനി വാനിൽ കയറ്റി കൊണ്ടുപോവുക, എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, മൊബൈലില്ല, ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ കിഡ്നാപ്പിംഗ് കുറച്ച് പണിയല്ലേ, ട്രാക്ക് ചെയ്യുക. ആൾക്കാരുടെ കയ്യിലൊക്കെ മൊബൈലുണ്ട്, ഇപ്പോൾ എല്ലാവർക്കും ഒറ്റ ഇതാകുമ്പോഴത്തെ ഈ കുട്ടീനെ കാണാനില്ല, അവൻ്റെ മെസ്സേജ് പോകും, അങ്ങനത്തെ ഓരോ സംഭവമുണ്ട്. എന്നിട്ടും കിഡ്നാപ്പിംഗ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് കാണിച്ചു തരുന്ന ഒരു സംഭവമാണ്. നൈസായിട്ട് അതിൻ്റെ ലാസ്റ്റ് ഒരു സസ്പെൻസും നമ്മൾ വിചാരിക്കില്ല, നമ്മളൊരു സാധാ സീരീസ് ആണെന്ന് വിചാരിക്കും, അതല്ല, നൈസാണ്. ആര്യൻ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ട് മറ്റേ രാക്ഷസനിലെ ആളുടെ വലിയ ഗുണമില്ലാന്നൊക്കെയാണല്ല റിവ്യൂ പറഞ്ഞത്, അറിയില്ല, കണ്ടില്ല, കാരണം. ബുഗോണിയ ഇറങ്ങിയിട്ടുണ്ട്, ബഗോണിയോ ആ സംഭവം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിജിറ്റലിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്, OTT-യിലൊന്നുമില്ല. അത് കാണാം, കിടിലാണെന്ന് തോന്നുന്നു. ഇവരുടെ എപ്പോഴും ഒരു വൈബ്, ആ ഒരു വൈബായിരിക്കും. എമ്മ സ്റ്റോണിൻ്റെ. പിന്നെ ബ്രിങ് ഹെർ ബാക്ക് ഇറങ്ങിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ, കണ്ടിട്ടുണ്ടാവും എല്ലാവരും. കിടിലനൊരു ഹൊറർ മൂവിയാണ്. അതായത് നമുക്കിങ്ങനെ ഒരു നെഞ്ചിലിങ്ങനെ വേദന വരുന്നൊരു ഹൊറർ മൂവിയില്ലേ, അല്ലാണ്ട് മറ്റേ സാധാ ഹൊറർ മൂവി എങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുകയല്ലേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇതൊരു വേണ്ട ആ ഒരു സംഭവമില്ലേ, അത് കിട്ടും. ബ്രിങ് ഹെർ ബാക്ക് ഭയങ്കര ബ്രൂട്ടലാണ്. ആലോചിക്കാൻ വയ്യ. പണ്ട് ഡൗൺലോഡ് ചെയ്ത് കണ്ടതാണ്, അപ്പോൾ അത് നെറ്റ്ഫ്ലിക്സ് വന്നിട്ടുണ്ട്, കാണാത്തവർ കാണാം. ന്യൂറംബർഗ് വന്നിട്ടുണ്ട്, ഡിജിറ്റൽ റിലീസ്. ന്യൂറംബർഗ് അറിയാലോ, നമ്മുടെ ഹിറ്റ്ലറിൻ്റെ ആൾക്കാരിനെയൊക്കെ കോടതി വിചാരണ ചെയ്ത ആ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് വന്നിരിക്കുന്നത് ന്യൂസുകളും അപ്ഡേറ്റ്സുകളും, ഇത്രേ ഉള്ളൂ. ഈ ആഴ്ച സിനിമയൊന്നുമില്ല, പക്ഷേ നമ്മുടെ മെയിൻ സംഭവം വന്നിട്ടുണ്ട്, സ്ട്രേഞ്ചർ തിങ്സ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീക്ക്. സി യു നെക്സ്റ്റ് വീക്ക്. ഒരുപാട് സിനിമകളുണ്ട് അടുത്ത ആഴ്ച, എല്ലാം കണ്ടിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം.